മഹാനരായ സയ്യിദുന കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. അമ്മോശനാണ് ശുഐബ് നബി. അങ്ങനെ ഭാര്യ വീട്ടിൽ ഇപ്പൊ എത്ര കാലാ താമസിക്കുക? അമ്മോശനോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഭാര്യനെ കൂട്ടി സഫൂറ ബീവിയെയും കൂട്ടി ഞാൻ പോവാണ്. എവിടേക്കെന്ന് ചോദിച്ചു. എവിടേക്കെങ്കിലൊക്കെ പോട്ടെ, ചെറിയ പെരയും കൂടിയൊക്കെ അല്ലേ, കുട്ടികളൊക്കെ അഞ്ചത്തികളും പേരൊക്കെ വലുതാകുമല്ലേ, അത് ഞങ്ങളൊന്ന് മാറി താമസിക്കാം എന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അമ്മോശനോട് പറഞ്ഞപ്പോ അമ്മോശനൊരു വടി കൊടുത്തു. ആദം നബി സ്വർഗത്തു നിന്ന് കൊടുന്ന വടി. ആ വടിയുമായി മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ പോവാണ്. ഭാര്യനെയും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പോയി. രാത്രി സമയമാണ്, ഭാര്യ ഗർഭിണിയാണ്. രാത്രി സമയത്ത് മരം കോച്ചുന്ന തണുപ്പ്, ദൂരെ ഒരു ലൈറ്റ് കണ്ടു, വിളക്ക് വെളിച്ചം. ഇനി ആനസ്തുനാറ, ഞാൻ ആ തീയ് പോയി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് ഭാര്യനൊരു ഭാഗത്ത് നിർത്തിയിട്ട് പോയി. അവിടെ എത്തിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം ശബ്ദം കേട്ടു. യാ മൂസ ഇഖ്ലന അലൈക യാ മൂസ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. ചെരുപ്പ് ഊരി വെക്കണം. ഇദ്ഹബ് ഇലാ ഫിർഔന, ഫിർഔനിന്റെ അടുത്തേക്ക് പോകണം. ഇനി മടങ്ങി പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകരുത്, ഫിർഔനിന്റെ അടുത്തേക്ക് പോകണം. ഫിർഔനാണെങ്കിലോ മൂസാ നബിനെ കാത്തിക്കാണ്, വെട്ടാനും തട്ടാനും മുട്ടാനും. ആ ഫിർഔനിന്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം, ആ മഹല്ലിൽ എനിക്ക് ജോലി വേണ്ട, അവിടുത്തെ കമ്മിറ്റിക്കാർ ശരിയല്ല എന്നല്ല പറഞ്ഞത്, ഞാൻ അവിടേക്ക് പോവാൻ റെഡിയാണ്, പക്ഷേ എനിക്ക് 4 ആയുധം വേണം. എന്താ 4 ആയുധം? ഒരു കത്തി, ഒരു മടാള്, ഒരു കൈക്കോട്ടുണ്ടായി, ഒരു ഉരുളങ്കല്ല് ആണോ? അല്ല. പിന്നെ അവിടുന്ന് പറഞ്ഞു, റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഉമ്മമാരെ, പഠനത്തിൽ പിന്നോക്കമുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ആയത്ത് 7 പ്രാവശ്യം വറുത്ത എള്ള് പൊടിച്ച് തേനിൽ കലർത്തി പിഞ്ഞാണം എഴുതി കൊടുത്താൽ, ഒരു 7 ദിവസം കൊടുത്താൽ അവരുടെ മെമ്മറി കപ്പാസിറ്റി അതൊരുപാട് വർദ്ധിക്കുകയും വിഷയങ്ങൾ ഗ്രഹിക്കാൻ വളരെ എളുപ്പമാവുകയും ചെയ്യുമെന്നാണ്. എള്ള് വറുത്ത് പൊടിച്ച് അതിൽ തേൻ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തും, അത് രേഖപ്പെടുത്തുന്നത് നല്ലതാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു മനസ്സൊന്ന് വിശാലാക്കി തരണം, കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി തരണമെന്നൊക്കെ ദ്വാരുന്നു. മൂസാ നബി പറഞ്ഞു, ഞാൻ എന്നാ ഫിർഔന്റെ അടുത്തേക്ക് പോകാം, പക്ഷേ യഖൂംബി അംരി ഇയാലി, എൻ്റെ പെണ്ണുങ്ങൾ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. എൻ്റെ ഭാര്യയെ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്, ഗർഭിണിയായ ഭാര്യയെ ഞാൻ നിർത്തി പോകുന്നതാണ്. ആരാണ് എൻ്റെ കുടുംബത്തെ നോക്കുക? അല്ലാഹു തആല പറഞ്ഞു, കയ്യിലുള്ള വടിയുണ്ട പാറമെന്ന് തല്ലാൻ പറഞ്ഞു. പാറം അടിച്ചു, അത് പൊട്ടി. വീണ്ടും അടിക്കാൻ വേണ്ടി പറഞ്ഞു, വീണ്ടും പൊട്ടി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉരുണ്ട കല്ല് വന്നു, അതൊന്ന് മുട്ടാൻ പറഞ്ഞപ്പോ അതിലൊരു പുഴുണ്ട്. ഈ പുഴുവിന്റെ വായിൽ ഒരു ധാന്യമണി, ഒരു ഗോതമ്പിന്റെ മണിയോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്. ഇതിങ്ങനെ കഴിക്കാം. അത് കഴിച്ചതിന്റെ ശേഷം ഒരു ശബ്ദം, സുബ്ഹാന മയ്യറാനി സുബ്ഹാന മയ്യരിഫു മകാനി സുബ്ഹാന മയ്യരിഫു ലിസാനി. എനിക്ക് അന്നം നൽകുന്ന അല്ലാഹ്, എന്നെ നിരീക്ഷിക്കുന്ന അല്ലാഹ്, എൻ്റെ ഭാഷയറിയുന്ന അല്ലാഹ്, ഈ നിലക്ക് റബ്ബിന് തസ്ബീഹ് ചൊല്ലുന്ന ജീവിയെ മൂസാ നബിക്ക് കാണിച്ചു കൊടുത്തു. പറഞ്ഞു, പാറന്റെ ഉള്ളിലുള്ളൊരു കൊച്ചു ജീവിയെ പോലും ഞാൻ മറന്നിട്ടില്ല മൂസാ നബിയെ. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെയും ഞാൻ മറക്കൂല, അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് റബ്ബ് തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വഇൻ തലബ്ത നാസിറ, ഒരു സഹായി വേണമെന്ന താല്പര്യമുണ്ടോ, ഫഹസ്ബുക ദുനിയ വഹസ്ബുകല്ലാഹ്, അല്ലാഹു നിന്റെ കാര്യം ഏറ്റെടുക്കും. മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ താമസിച്ചത് 9 മാസം 9 ദിവസം 9 മണിക്കൂറാണ് ഒരാള് ഒരു ഗർഭപാത്രത്തിൽ താമസിക്കുക. അതാണ് ഒരു കറക്റ്റ് ഒരു ഹ്യൂമൻ ബോഡിയുടെ ഗർഭപാത്രത്തിലുള്ള താമസത്തിന്റെ ആ ലൈഫ് ടൈം. അതാണ്
9 മാസം 9 ദിവസം 9 മണിക്കൂർ. ഡോക്ടേഴ്സ് ഡേറ്റ് തീരുമാനിക്കാറുള്ളത് ഒടുവിലത്തെ ആർത്തവത്തിന്റെ സ്റ്റാർട്ടിംഗ് ഡേ ടു ഡെലിവറി ഡേ വരെ 280 ദിവസം എന്നതാണ്. അതിനനുസരിച്ചാണ് ഒരു ഡേറ്റ് തീരുമാനിക്കുന്നത്. എന്നാൽ അതിന്റെ കറക്റ്റ് ടൈം ഇതാണ്: 9 മാസം 9 ദിവസം 9 മണിക്കൂർ. ഈ കാലയളവിൽ അല്ലാഹു തആല നമുക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി. അറബിയിൽ റഹിം എന്നാണ് ഗർഭപാത്രത്തിന് പറയുക. മലയാളത്തിൽ അതിന്റെ ട്രാൻസ്ലേഷൻ കാരുണ്യ ഭവനം എന്നാണ്. അൽ ജന്നത്തു സുഗ്റ, മിനി പാരഡൈസ്, കൊച്ചു സ്വർഗം എന്നാണ് അതിന് ഇമാം ഗസാലി തങ്ങളെ പോലെയുള്ള ആളുകൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരുണ്യമാണ്. വായിലൂടെ ആഹരിച്ചിട്ടില്ല, മൂക്കിലൂടെ ശ്വസിച്ചിട്ടില്ല. നമ്മുടെ പൊക്കിളിൽ നിന്ന് ഉമ്മായിയുടെ ഗർഭപാത്രത്തിലേക്കുണ്ടായിരുന്ന ഒരു കേബിളിലൂടെയാണ് എല്ലാം സാധിച്ചത്. അതുകൊണ്ട് ആ ഗർഭപാത്രം മറക്കാതിരിക്കാനാണ് അല്ലാഹു തആല പൊക്കിൾ എന്ന് പറയുന്ന ഒരടയാളം ഒരു സർജറിക്കും റിമൂവ് ചെയ്യാൻ കഴിയാതെ, ഒരു ശസ്ത്രക്രിയക്കും മാറ്റാൻ കഴിയാതെ നമ്മുടെ വയറിന്റെ മുകളിൽ റബ്ബ് തആല സംവിധാനിച്ചിട്ടുള്ളത്. ആ വാസസ്ഥലത്തെ നമുക്ക് മറക്കാൻ കഴിയൂല. അവിടെ നമുക്ക് താമസം ഒരുക്കിയ അല്ലാഹുവേയും മറക്കാൻ കഴിയൂല. റബ്ബ് എല്ലാ നിലക്കും സുരക്ഷ അവിടെ നൽകി, ദുനിയാവിലും സുരക്ഷ നൽകി. അതുകൊണ്ട് ആ റബ്ബിലേക്ക് അടുക്കുക എന്നതാണ് വിജയം കൈവരിക്കാനുള്ള മാർഗം. മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധയായ ഒരു ഉമ്മ, യാ ഹലീം യാ അലീം അന അലാ അഹദിക്കൽ ഖദീം, യജമാനനായ റബ്ബേ, ഞാൻ എൻ്റെ പഴയ കരാർ ലംഘിച്ചിട്ടില്ല. റബ്ബുമായുള്ള പഴയ കരാറുമായിട്ടാണ് ഞാൻ ഇന്നുമുള്ളത് അല്ലാഹുവേ എന്ന് ഈ ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവസാനം തവാഫ് കഴിഞ്ഞതിന്റെ ശേഷം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ചോദിച്ചു, നിങ്ങളാരാ, എന്താണ് നിങ്ങളുടെ കരാറെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, ഒരു വലിയ ചരിത്രമാണത്. ഞാനും എൻ്റെ കുഞ്ഞും കടലിലൂടെ യാത്ര പോവുകയാണ്. ഒരു കപ്പലിൽ യാത്ര പോയി ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ നടുക്കടലിൽ വെച്ച് കാറ്റും കോളും വന്ന് പ്രതികൂല സാഹചര്യങ്ങളിൽ, അതേ ഒരു ഡിഫിക്കലി സിറ്റുവേഷനിൽ കപ്പൽ മുഴുവനും പൊളിയുകയാണ്. ആ കപ്പൽ മുഴുവനും പൊളിഞ്ഞു എന്ന് മാത്രമല്ല, എനിക്കും കുഞ്ഞിനും ഒരു മരത്തിന്റെ തടി കിട്ടി പൊങ്ങിക്കിടക്കുന്ന ഞങ്ങൾ അതും പിടിച്ച് അലക്ഷ്യമായി നീന്തിക്കൊണ്ടിരിക്കുമ്പോ അതേ ദൂരെ ഒരു കറുത്ത ചെറുപ്പക്കാരൻ മറ്റൊരു മരത്തിലുണ്ട്. ആ ചെറുപ്പക്കാരൻ എന്നെ ലക്ഷ്യമാക്കി വരികയാണ്. അതേ ഞാൻ ആ ചെറുപ്പക്കാരൻ അടുത്തെത്തിയപ്പോൾ പറഞ്ഞു, ഈ ഒരു സമയം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്, ഒരിക്കലും ഇങ്ങോട്ടടുത്ത് പോകരുത്. ഒരുപാട് കെഞ്ചി നോക്കി അടുത്ത് വരികയാണ്. എന്റെ കയ്യിലുള്ള കുഞ്ഞിനെ അങ്ങ് വലിച്ചെറിഞ്ഞു കടലിലേക്ക്. അതേ ഈ വ്യക്തി എങ്ങനെ അടുക്കുമ്പോ അല്ലാഹുവോട് പറഞ്ഞു, റബ്ബേ, എന്നെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ജീവിതത്തിൽ എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്യൂല റബ്ബേ. ഈ പ്രതിസന്ധിയിൽ നിന്ന് എനിക്കൊരു മോചനം നൽകണം എന്ന് പറയുമ്പോ ഒരു വലിയ മത്സ്യം വന്നുകൊണ്ട് ആ കറുത്ത യുവാവിനെ അങ്ങ് വെട്ടിക്കൊണ്ടുപോയി വിഴുങ്ങിക്കളഞ്ഞു. ഞാൻ എങ്ങനെയൊക്കെയോ നീന്തി തിരമാലകൾ എന്നെ ഒരു നടുക്കടലിലുള്ള ഒരു ദ്വീപിൽ എത്തിച്ചപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളുടെ അടുക്കലേക്ക് ഞാൻ എത്തിയ സമയം അവിടെ അങ്ങ് ആളുകളെല്ലാവരും ഒത്തുകൂടുകയാണ്. ഞാൻ എൻ്റെ വിഷയങ്ങൾ മുഴുവനും പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അവരിൽ കുറെ ആളുകൾ ഒരു കുഞ്ഞുമായി വരുന്നു. എൻ്റെ കുട്ടിയാണ്, അഥവാ ഇദ്ദേഹം വലിച്ചെറിഞ്ഞൊരു കുട്ടിയെ ഒരു മത്സ്യം എടുത്തുകൊണ്ട് കരയിലങ്ങ് എത്തിച്ചു എന്നതാണ് ചരിത്രം.
ഏതായിരുന്നാലും മഹാനരായ ഇബ്നുൽ ജസരി തങ്ങള് ബിദ്അത്തുകാര് പോലും അംഗീകരിക്കുന്ന വലിയ മഹാനാണ്. ആ മഹാനവറുകൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാളെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ അവരെ അപായപ്പെടുത്താൻ ഒരാൾക്കും കഴിയൂല. റബ്ബ് ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് തടയാനും കഴിയൂല. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത് ഇത് ദുആയിരിക്കാൻ കാരണം. 2 വഇൻ തലബത മുസാഹിബ മോനെ നിനക്കൊരു മുസാഹിബ് വേണം, നിനക്കൊരു സഹചാരി വേണം, ഒരു സഹവാസി വേണം എന്ന തോന്നലുണ്ടെങ്കിൽ ഫഹസ്ബുകൽ കിറാമുൽ കാതിബൂൻ മലക്കുകൾ മതി. മലക്കുകൾ നമ്മളെ കൂടെയൊക്കെ എപ്പോഴും വേണം. റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് അല്ലാഹു നമ്മളെ വീടിനൊക്കെ ധന്യമാക്കി തരട്ടെ. വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരാന് ചുമരുമ ഓട്ടോത്തിയിട്ടൊന്നും കാര്യമല്ല. ഇപ്പൊ ചിലപ്പോൾ ഉണ്ടാവും, ചില ചുമരുമ സൂത്രം പോകാൻ വേണ്ടിയിട്ട് PVC പൈപ്പ് കൊണ്ട് ഓട്ടോത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും റഹ്മത്തിന്റെ അലക്കുകൾ ചാടുമൊന്നുമില്ല. യമസൂത്രം, മൃതിസൂത്രം, ബ്രഹ്മസൂത്രം, കർണസൂത്രം 4 ഇസ്മാണല്ലോ. ജഅലു നസ്ബിബൻ മിനൽ ഖുർആനി ഫീ ബുയൂതികും വീട്ടിൽ ബർക്കത്തും റഹ്മത്തും ഉണ്ടാകാൻ ഖുർആൻ ഓതണം എന്നാണ് ഹബീബ് റസൂലുള്ളാഹി. മലക്കുകൾ കൂടെ ഉണ്ടാവും. മലക്കുകൾ 9 കാര്യങ്ങൾ നിർവഹിക്കുന്നവരുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും വുളൂ നിത്യമാക്കിയ ആളുകളുടെ കൂടെ മലക്കുകൾ ഉണ്ടാവും. പിശാചുക്കൾ പരമാവധി വിട്ടുക്കുന്ന മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ദൈക്ഷണികമായും ബുദ്ധിപരമായും ഒരുപാട് മുന്നോക്കമുള്ള ഒരാൾ വന്ന്, ഒരു വിഘടനവാദി വന്ന് ഒരുപാട് വെല്ലുവിളിച്ച സമയം വാദപ്രതിവാദത്തിന് ഷാഫി ഇമാമിനെ വെല്ലുവിളിച്ചു. ഷാഫി ഇമാമ് ഞാൻ റെഡിയാണ്, ഞാൻ പറഞ്ഞിടത്തേക്ക് ഇജ്ജ് വരുമെന്ന് ചോദിച്ചു. ഞാൻ എവിടേക്കാണെങ്കിലും റെഡിയാണെന്ന് ഓനും പറഞ്ഞു. ഷാഫി ഇമാമ് കടൽക്കരയിൽ വെച്ചിട്ട് മുസല്ല ഒരൊറ്റ കയറാം 3 കിലോമീറ്റർ അപ്പുറം പോയിട്ടാ വീണത്. വെള്ളത്തിന്റെ മുകളിലൂടെ എങ്ങനെയാണ് നടന്നു ഷാഫി ഇമാമ്. ഇങ്ങോട്ട് ആ മുസല്ലി പോയിരുന്നു, ഇങ്ങോട്ട് വാന്നാണ്, ഇതേപോലെ വാ. അയാൾക്ക് അങ്ങനെ കഴിഞ്ഞില്ല. കൂടെയുള്ള ആളുകളൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കൂടെ കൂടും ചെയ്തു എന്ന ചരിത്രം. അന്ന് ഷാഫി ഇമാമിനോട് ചോദിച്ചു, ഉമ്മമാരെ ശരിക്ക് കേട്ടോ, ഷാഫി ഇമാമിനോട് ചോദിച്ചു, ബിമനിൽത ഹാദിഹിൽ മർത്തബ, ഈ ഒരു സ്ഥാനം അങ്ങേക്ക് എത്തിപ്പിടിക്കാൻ സാധ്യമായ സംഭവം എന്താണ്? അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമ്മ എന്നെ പാലൂട്ടുമ്പോൾ വുളൂഓട് കൂടെയല്ലാതെ പാലൂട്ടിയിട്ടില്ല. ഒരു മുലയൂട്ടുന്ന സ്ത്രീക്ക് 6 സുന്നത്തുകൾ പാലിക്കാൻ, മുലയെടുക്കാൻ 6 സുന്നത്ത്. ഒന്നാമത് ഇരുന്നു കൊണ്ടായിരിക്കുക എന്നതാണ്. കിടന്ന് മുലയൂട്ടുന്നത് ഉദരരോഗത്തിനും അതുപോലെ തലച്ചോറിലെ സെറിബെല്ലത്തിനും കുട്ടികൾക്ക് തകരാറ് സംഭവിപ്പിക്കുന്ന. ഇരുന്ന് മുലയൂട്ടണം എന്നാണ് 2014 മാർച്ചിലൊക്കെ ആരോഗ്യ മാസികയിലൊക്കെ വിശദീകരിക്കുന്നത്. എന്നാൽ ഇമാം ഗസാലി തങ്ങളെ പോലെയുള്ളവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇരുന്ന് മുലയൂട്ടുക. 1 ഖിബിലാക്ക് മുന്നിടുക. 2 ഖിബിലാക്ക് മുന്നിട്ടുകൊണ്ടായിരിക്കണം പാലൂട്ടാൻ ഇരിക്കേണ്ടത്. കുട്ടി കരയണ നേരത്തെ പാരാ നോക്കുക, കിബിലൊക്കെ നോക്കുക. മക്കത്തുക്കുള്ളത് മുക്കത്തേക്ക് ഇരിഞ്ഞിട്ടല്ല നോക്ക, പക്ഷേ അതൊരു സുന്നത്താണ്. 3 ബിസ്മി കൊണ്ട് ആരംഭിക്കുക. 4 ഹംദ് കൊണ്ട് അവസാനിപ്പിക്കുക. 5 വലത്തേത് കൊണ്ട് ആരംഭിക്കുക. ഇതും പ്രത്യേക സുന്നത്താണ്. ഇരുന്നു കൊണ്ടായിരിക്കുക, ഖിബിലാക്ക് മുന്നിട്ടായിരിക്കുക, വുളൂഓട് കൂടെ ആയിരിക്കുക, വലത്തേത് കൊണ്ട് ആരംഭിക്കുക, ബിസ്മി കൊണ്ട് പ്രാരംഭം കുറിക്കുക, ഹംദ് കൊണ്ട് അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് ഒരു കുട്ടിക്ക് പാലൂട്ടിയതെങ്കിൽ മരണം വരെ എന്നല്ല ദുന്യാവിലും ആഖിറത്തിലും അക്കുട്ടിനെ കൊണ്ട് ടെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ കാരണന്മാരൊക്കെ പേരക്കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊരു സംഭവം. 6 സുന്നത്തുകൾ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനി മറക്കണ്ട, അത് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. അപ്പൊ വുളൂ ഉള്ള ആളുകളുടെ കൂടെ മലക്കുകളുണ്ട്, ദിക്ർ ചൊല്ലുന്ന ആളുകളുടെ കൂടെ മലക്കുകളുണ്ട്.
ഇങ്ങനെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ ആരുണ്ടോ അവിടെയൊക്കെ മലക്കുകളുണ്ട്. മലക്കുകൾ കൂടെ കൂടുക എന്നുള്ളത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് യജമാനനായ അല്ലാഹുവാണെന്ന് തിരിച്ചറിയുന്നതോടൊപ്പം മുസ്തഖീമായ മാർഗത്തിലൂടെ നടക്കുന്നവരാരാ അവരുടെ കൂടെ മലക്കുകളുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനരായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഒരു ദിവസം അവിടുന്ന് കച്ചവടത്തിന് പോകും. കച്ചവടം എന്നുള്ളത് പുണ്യകർമ്മമാണ്. അഫ്ളലുൽ കസ്ബി അത്തിജാറ അസ്സുമ്മ സനാഅ. ഏറ്റവും നല്ല ഏർപ്പാടാണ് കച്ചവടമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ ദുന്യാവിൽ കച്ചവടം ചെയ്തിരുന്ന സ്വാലിഹീങ്ങളായ കടക്കാര് സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് നോക്കുമ്പോൾ ഓല് പറയത്ര എനിക്കൊരു പീടിയിടണം, ഇവിടെ ഒരു കട തുടങ്ങണം എന്നാണ് ഒരു പറയുന്നത്. അപ്പൊ ഒരു കട തുടങ്ങണം എന്ന് പറയുമ്പോൾ ഒരു സഹാബി ചോദിച്ചു, അതിന് സ്വർഗത്തിൽ കട ഉണ്ടാകുമെന്ന് ചോദിച്ചു. ഇന്നഫിൽ ജന്നത്തിലെ സൂക്ക, വലിയ ടൗണാ, ചമ്മാട് പോലെ വലിയ ടൗണാ. അപ്പൊ വേറെ സഹാബി ചോദിച്ചു, അതിനാരാ സാധനം വാങ്ങാൻ? കരുതണമൊക്കെ മുന്നിൽ വരുമല്ലോ. ഫുഡ് കരുതുമ്പോ ഫുഡ് വരും, ഭക്ഷണം എന്തും ഏത് സംഗതി എന്തും വരും. തേനിനേക്കാൾ മധുരമുള്ള ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞപ്പോൾ അമ്മ നൊലോളിച്ചു പറഞ്ഞു, എനിക്ക് ഷുഗറാണ്, മധുരമില്ലാത്തത് കിട്ടുവാൻ. അവിടെ അതിന് ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, പ്രമേഹമില്ല, അങ്ങനത്തെ ഒരു സംഗതി ഇല്ലാത്ത നാടാണല്ലോ ഈ സ്വർഗം എന്നറിയുന്നത്. അപ്പൊ ആ സ്വർഗത്തിൽ ആളുകൾക്ക് കരുതിയതൊക്കെ മുമ്പിലേക്ക് ഓടി വരുമ്പോ പിന്നെ അവിടെ ഒരു പീടിയ തുടങ്ങുക, ഒരു കച്ചവടം തുടങ്ങിയാല് ഈച്ചനാട്ടിരിക്കേണ്ടി വരൂലേ? അതിന് സ്വർഗത്തിൽ ഈച്ചയില്ല. സ്വർഗത്തിൽ 10 ജീവികളുണ്ട്, അത് വേറെ ഈച്ചയായി പെട്ടിട്ടുമില്ല. അപ്പൊ പിന്നെ വെറുതെ ഇരിക്കേണ്ടി വരൂലെന്ന് ചോദിച്ചു. അപ്പോ അതിന് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ വിശദീകരിച്ച എന്താണ്, ദുന്യാവിൽ ഈ സാധനം വാങ്ങിത്തരില്ല ആൾക്കാരുണ്ടാകുമല്ലോ. പെരയിൽ നല്ല ഫുഡ് ഉണ്ടെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത ബേക്കറി കയറിയിട്ട് ഒരു ഫ്രഷ് ലൈം അടിക്കുക, കൂടെ ഒരു പപ്സ് അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരുണ്ടാകുമല്ലോ. അപ്പോ അതുപോലെ അവിടുന്ന് ഇങ്ങനെ നല്ല കടക കാണുമ്പോൾ ഇങ്ങനെ കയറി വാങ്ങാനും തോന്നിക്കോളും ആൾക്കാരുണ്ടാവും. ടെൻഷനൊന്നുമില്ല, കാരണം സ്വർഗത്തിൽ ടെൻഷൻ ഇല്ലല്ലോ. ആ സ്വർഗലോകത്ത് അള്ളാഹു നമുക്കൊക്കെ പ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്, കരുതുന്നതെല്ലാം ലഭ്യമാകുന്ന ലോകമാണ് സ്വർഗം. അപ്പൊ റഹ്മത്തിന്റെ മലക്കുകൾ, ആ റഹ്മത്തിന്റെ മലക്കുകൾ കൂടെയുണ്ടാകുന്നതിന് ഉദാഹരണമാണ് സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങൾ. അവിടുന്ന് കച്ചവടത്തിന് ഇങ്ങനെ പോവാ. അങ്ങനെ കച്ചവടത്തിന് വേണ്ടി പോണ സമയത്ത് ഒരു മുനാഫിക്കായ മനുഷ്യനൊപ്പം കൂടി. അങ്ങനെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു വീട്ടിലെത്തിയപ്പോ നമുക്കൊന്ന് വിശ്രമിക്കല്ലേ എന്ന് വെച്ചു. യാത്രക്കാർക്കുള്ള വീടാ. ആ വഴി യാത്രക്കാർക്ക് വേണ്ടി വിശ്രമിക്കാനുള്ള വീട്ടിൽ കയറിയ ഉടനെ ബഹുമാനപ്പെട്ടവര് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയ സമയം 2 കാലും കയറിൽ ബന്ധിച്ചു. സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങൾ ചോദിച്ചു, എന്തിനാണ് എന്നെ ബന്ധിക്കുന്നത്? ഞാൻ നിങ്ങളെ ദ്രോഹിച്ചിട്ടില്ലല്ലോ, ഒരു നിലക്കും നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലല്ലോ, എന്തിനാണ് നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഇത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാ. ഉടനെ പറഞ്ഞു, എന്റെ മുതല് വേണോ? മുതല് മുഴുവനും തരാം. അയാള് പറഞ്ഞു, മാലുക മാലി, മുതല് ഞാൻ എടുത്തോളാം, നിങ്ങൾ പറയണ്ട. പക്ഷേ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ജീവനാണ്. ഇതും പറഞ്ഞു വയറിന്റെ മുകളിലങ്ങ് കയറിയിരുന്നു. വയറിന്റെ മുകളിൽ കയറിയിരുന്ന് കഠാരയങ്ങ് ഉയർത്തിയപ്പോ ഒരു ശബ്ദം, കൊന്നുപോകരുത്, കൊന്നുപോകരുത് ശബ്ദം കേട്ടു. സുബ്ഹാനല്ലാ, കൊല്ലരുത് എന്ന് കേട്ടപ്പോ ഇയാള് നീച്ചു എണീറ്റിട്ട് ഇങ്ങനെ പോയി നോക്കി. ആരും കാണാനില്ല, ശബ്ദം മാത്രമേ കേട്ടത്. വീണ്ടും വന്നിരുന്നു, കടാരെടുത്ത് കുത്തിയ നോക്കുമ്പോ കുറച്ചുകൂടെ സൗണ്ടില്, വൈഹക്കലാ തക്കത്തിൽ, കൊല്ലരുത് എന്നല്ലേ പറഞ്ഞത്. വീണ്ടും ശബ്ദം. അപ്പൊ ഇയാള് വീണ്ടും എണീറ്റ് ഇങ്ങനെ റൂട്ടിലൂടെ ഒക്കെ ഇങ്ങനെ പോയി നോക്കി. ഇപ്പൊ ഒച്ചപ്പാട് കിട്ട പേടിയാണല്ലോ. ഇപ്പൊ ചിലപ്പോ രാത്രിയൊക്കെ പെണ്ണുങ്ങൾ പറയും, ഒരു മുട്ട് കേട്ടു എന്നൊക്കെ പറയും. സംഭവം ഗ്ലാസിന്റെ അപ്പുറത്തെ പല്ലിനെ പിടിക്കാൻ അപ്പുറത്തുനിന്ന് പൂച്ച ചാടിയതായിരിക്കും. അങ്ങനെ കേട്ട മുട്ടായിരിക്കും.
അല്ലെ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് പേടിക്കാപ്പോ ഒന്നും വേണ്ടല്ലോ. പള്ളിത്തൊടുവിൽ ജിന്നിനെ കണ്ടു പേടിച്ചു പറഞ്ഞില്ലേ. ആൾക്കാർ മണ്ടി കൂടി നോക്കുമ്പോൾ എന്താണ് കരിമ്പനെ കുറ്റിയുമ്പോൾ ഉസ്താദ് തുണി അറക്കാട്ടത് ഇങ്ങനെ അതിങ്ങനെ കണ്ടിക്കാണ്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ എന്താവും, അങ്ങനെ ചില ആളുകൾക്കൊക്കെ അങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. എന്തോ ആവട്ടെ, ഇയാൾ നീച്ചു അവിടൊക്കെ പോയി കാണാനില്ല, കയ്യും കാലും കൂട്ടി കെട്ടിക്കല്ലേ, ഇയാളെടുക്കും നീച്ചു മണ്ടാനും കഴിയൂല ഇയാൾ. അങ്ങനെ പോയി വന്ന് ഇനി ഒച്ച കേട്ടാലും വേണ്ടില്ല കേട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, അയാളെ സൈസാക്ക് തന്നെ. ഉടനെ വന്നിട്ട് ഈ മുനാഫിക്കായ മനുഷ്യൻ കടാര ഉയർത്തി ഒരൊറ്റ കുത്തിയോട് കൂടെ ആ കുത്തിയ കയ്യൊരാളും പിടിച്ചൊരൊറ്റ ചുഴത്തിലും ഒരൊറ്റ ഏറും അക്കത്തിയോണ്ട് തന്നെ പള്ളക്ക് 4 വരക്കലും ആള് പോയി, മരിച്ചുപോയി. ഒരു തലയിൽ കെട്ടിയിട്ട് നല്ല മട്ടത്തിലുള്ള ഒരാൾ. എന്നിട്ട് 2 കയ്യിന്റെയും കെട്ടയച്ചു, 2 കാലിന്റെയും കെട്ടയച്ചിട്ട് പറഞ്ഞു, ഇനി ഒറ്റക്ക് യാത്ര ചെയ്യരുത് കേട്ടോ, ആളെ കൂട്ടി യാത്ര ചെയ്തോണ്ട് ഞാൻ പോവാണ്. മഹാനരായ സയ്യിദ് ഇബ്നു ഹാരിസ എന്ന സഹാബി ചോദിച്ചു, നിങ്ങളാരാ? അതിന് മറുപടി പറഞ്ഞത്, അന ജിബ്രീൽ ബഹറും ബിഹി ജിബ്രീലു യസ്ഹബുരീശഹു വജിബ്രീലു ഫിൽ അംലാകി ഫി നസ്രിഹി യംളി. മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു, ആദ്യം കുത്താൻ ഒരുങ്ങിയപ്പോൾ ഞാൻ 7 ആകാശത്തിന്റെ അപ്പുറത്താണ്. റബ്ബനോട് പറഞ്ഞു, എൻ്റെ ഒരു അടിമ അതേ ഭൂമിയിൽ ഒരു പ്രതിസന്ധിയിലാണ്, ഉടനെ ചെല്ലണം. ഞാൻ വയ്യഹകലാ തഖതുൽ എന്ന് പറഞ്ഞത് 7 ആകാശത്തിന്റെ അപ്പുറത്താണ്. 2ാം പ്രാവശ്യം അയാൾ നിങ്ങളുടെ വയറിൽ കയറിയിരുന്നു കുത്താനോങ്ങുമ്പോ ഞാൻ കുറച്ചുകൂടെ ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ 1ാമത്തെ ആകാശത്തെത്തിയിട്ടുണ്ട്. 3ാമത് അയാൾ കുത്തുമ്പോഴേക്ക് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, മലക്കുകളുടെ സഹായമാണ്. ഇതാണ് ഹതമുൽ അസം തങ്ങൾ പറഞ്ഞത്, മോനെ വഇൻ തലബ്ത മുസാഹിബ, നിനക്കൊരു സഹചാരി വേണമെന്ന താല്പര്യമുണ്ടോ? ഫഹസ്ബുകൽ കിറാമുൽ കാതിബൂൻ, മലക്കുകളുടെ സഹായം എമ്പാടും മതി. 3ാമതായി അവിടുന്ന് പറഞ്ഞത്, വഇൻ തലബ്ത ശുഗ്ലൻ ഫഹസ്ബുകൽ ഇബാദ, ഒരു ഏർപ്പാട് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇബാദത്ത് എടുക്കുക. ഒരു ജോലി വേണം, ഒരു ഏർപ്പാട്. ഏതൊരാൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഏർപ്പാട് വേണം. ഒരേർപ്പാടും ഇല്ലെങ്കിലാണ് ഈ മൊബൈലുമ്മ കളിക്കൽ. ഇപ്പൊ ചില സ്ത്രീകളൊക്കെ കാണാം, ഓലിങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും അങ്ങനെ കുറെ ആളുകൾ വെറുതെ തോണ്ടിയിരിക്കും. ഖുർആൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തൂല, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ പെണ്ണുങ്ങളെ പറ്റിയിട്ടല്ല, പൊതുവുള്ള പെണ്ണുങ്ങൾ അങ്ങനെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സലാമത്ത് നൽകട്ടെ. മഹാനരായ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, മിൻ ഇറാദില്ലാഹി അനിൽ അബ്ദി, ഒരടിമനെ അല്ലാഹു തആലാക്ക് ഇഷ്ടമല്ല എന്നുള്ളതിന്റെ അടയാളം എന്താണെന്ന് അറിയോ? ഒരു അടിമയെ അല്ലാഹു തആലാക്ക് ഇഷ്ടമല്ല, അല്ലാഹ് മെയിൻറ്റെയിൻ ചെയ്യൂല എന്നുള്ളതിന്റെ അടയാളം ഇസ്തിഗാലുഹു ഫീമാ ലാ യഅനി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടലാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പെട്ടതാണ്. ആവശ്യമില്ലാതെ വെറുതെ മൊബൈലിൽ നോക്കുക. മൊബൈലിൽ പല ഉപകാരങ്ങളുണ്ട്, നല്ല പ്രഭാഷണങ്ങൾ, നല്ല ക്ലിപ്പിങ്ങുകൾ, അതുപോലെ തന്നെ കിതാബുകൾ, ഈടുകൾ, ദിക്റുകൾ, ഖുർആനുകൾ, അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ശരിയാ. ചിലപ്പോൾ ചില നല്ല നല്ല കമന്റുകളും കാണാം. ഒന്നാളിങ്ങനെ അസറിന്റെ ശേഷം മൊബൈൽ മുത്താല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലിങ്ങനെ കണ്ടു ഒരു സംഗതി. എന്താ പറഞ്ഞാല് ശാസ്ത്രത്തിന് പിടുത്തം കിട്ടാത്തൊരു വലിയൊരു പ്രതിഭാസാത്ര. എന്താ നോക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ ആ വെള്ളം ഒരാളെ തലയിലൊഴിച്ചാൽ അയാൾ തണുക്കുന്നതിന് പകരം ചൂടാകുന്നത് കാണാം. തണുത്ത വെള്ളം തലയിൽ ഒഴിച്ചാൽ അയാള് തണുക്കല്ലേ വേണ്ടത്, പക്ഷെ അയാൾ ചൂടാകുന്നത് കാണാം. ശാസ്ത്രത്തിന് ഇന്നേ വരെ പിടുത്തം കിട്ടിയിട്ടില്ല എന്നാ മൂപ്പര് പറയുന്നത്. എന്തോ ആവട്ടെ. അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള സംഗതികൾ പലതും ഉണ്ട്. കുറെ മരുന്നുകളുണ്ട്, കുറെ കണ്ടുപിടുത്തങ്ങളുണ്ട്, കുറെ സംഗതികളുണ്ട്, കുറെ വേണ്ടതുണ്ട്, കുറെ വേണ്ടാത്തതുണ്ട്. എന്തോ ആവട്ടെ, ഒരാളെ അല്ലാഹു തആല മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ അടയാളമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക എന്ന് ഇമാമുനാ ഗസാലി. വഇൻ തലബ്ത ശുഗ്ലൻ ഫഹസ്ബുകൽ ഇബാദ, കണ്ണുകൊണ്ടും ചെവി കൊണ്ടും നാവ് കൊണ്ടുമൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കുക.
നോക്കൂ, നിങ്ങൾ വലിയൊരു മഹാനാണ്. അബൂ ശുജാഅ റളിയല്ലാഹു അൻഹു 160 വയസ്സ് ജീവിച്ച ആളാണ്. മദീനത്തെ പള്ളിയിൽ 120 കൊല്ലം മുദരിസായ 120 കൊല്ലം മുദരിസായ ബഹുമാനപ്പെട്ട അബൂ ശുജാഅ തങ്ങൾ പള്ളി അടിച്ചോരും ചെയ്യും. മുത്തുനബിന്റെ ഹുജറത്ത് ശരീഫ് എത്തുമ്പോൾ താടിയോണ്ടാണ് അടിക്കൽ. വലിയ മഹാന, കുറെ കിതാബ് ഉണ്ടാക്കിയ മഹാന. ബഹുമാനപ്പെട്ടവർ വലിയ ഭാഗ്യവാനാണ്. എന്തേ? ഹുജറത്തു ഷരീഫിൽ ഇന്ന് ഒന്ന് കിടക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ അരയുടെ ഭാഗത്താണ് തല ഉമർ റളിയല്ലാഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ. അവിടുത്തെ അരയുടെ ഭാഗത്താണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ. ഹുജറത്തു ഷരീഫിന് ആ ഗ്രില്ലിന് 4 തുള കാണാലോ. അതിൽ 3 ആളുണ്ട്. ഒരു തുളന്റെ അവിടെ ഖബറില്ല. അത് മഹാനരായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാമിനുള്ള ഖബറിന്റെ സ്ഥാനാണ് ഈ 4ാമത്തെ ആ തലക്കത്തെ തുളന്റെ നേരെ. അതാണ് അവിടെ ഖബറില്ലാത്തത്. എന്നാൽ അതിന്റെ ഉള്ളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ അടിയിൽ റൗള ഷരീഫിന്റെ ഹുജറത്തു ഷരീഫിന്റെ വാതിലിന്റെ നേരെ ഒരാൾ കിടക്കുന്നുണ്ട്. ഒരു ഖബർ അവിടെ ഉണ്ട്. ആ ഖബർ അബൂ ശുജാഅ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണെന്ന് ഇമാം ബുജൈരിമി വിശദീകരിച്ചത് കാണാം. 160 വയസ്സ് ജീവിച്ചപ്പോ കാഴ്ചക്കോ കേൾവിക്കോ പല്ലിനോ ഒരു കുറവില്ല, ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ ചില ആളുകളുടെ കണ്ണിന് പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ ഞാൻ കണ്ണടച്ച ദൂരക്കാഴ്ചക്കാണ്. ബൈത്തുൽ മുഖദ്ദസ് കാണാനല്ല, ബസ്സിന്റെ ബോർഡ് വായിക്കാണ് അല്ലേ, ശരിക്കും കാണാം. കണ്ണടയിന ചില ആളുകൾക്ക് ഒരാളെ 2 ആളായി കാണാം. അതൊരു ഡോക്ടറോട് പറയാൻ വേണ്ടി പോയപ്പോൾ അയാൾ ചോദിച്ചു, ഈ നിസ്സാര വിഷയത്തിൽ നിങ്ങൾ 4 ആൾ എന്തിനാ വന്നത്? അപ്പോൾ ഒരാളെ 4 ആളായിട്ട് അയാൾക്ക് കാണുന്നത്. അയാളും കണ്ണിന് പ്രശ്നമുണ്ട് നടത്തും. അബൂ ശുജാഅ തങ്ങളെ കാഴ്ചക്കൊരു പ്രശ്നമല്ല. ചില കുട്ടികൾക്ക് കാഴ്ചക്കുറവുണ്ടാവും. ഉമ്മമാരെ, കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് ഇമാം അബൂബക്കർ റാസി തങ്ങൾ പറഞ്ഞൊരു ചികിത്സയാണ് മുരിങ്ങയും ക്യാരറ്റും അരച്ച് വസ്നഇൽ ഫുൽക ബിഅയുനിന എന്ന ആയത്തും ഫാത്തിഹയും 3 പ്രാവശ്യം ഊതി രാവിലെ കുട്ടികൾക്ക് കൊടുക്കുക. വസ്നഇൽ ഫുൽക ബിഅയുനിന എന്ന ആയത്തും ഫാത്തിഹയും മുരിങ്ങയും ക്യാരറ്റും അരച്ച്. ക്യാരറ്റ് കാഴ്ച കൂട്ടുന്നതാണ്. ഹദീസിൽ 6 കാര്യങ്ങൾ കാഴ്ച കൂട്ടുന്നത് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. 1 തെളിഞ്ഞ വെള്ളത്തേക്ക് നോക്കലാണ്. ഇപ്പൊ അയക്കൊക്കെയുള്ള കാഴ്ചയും പോകും, കാരണം തെളിവ് കാണുന്നില്ല. എന്നാൽ തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കൽ, അതുപോലെ സ്വാലിഹീങ്ങളുടെ മുഖത്തേക്ക് നോക്കൽ, ആക്കണ സൈസ് നോട്ടല്ല, ശരിക്കുള്ള നോക്കം. അങ്ങനെ ഒരു ബഹുമാനത്തോട് കൂടെയുള്ള നോട്ടം, ആ നോക്കുക എന്നത് കാഴ്ച വർദ്ധിക്കുന്ന. അപ്പൊ അതുപോലെ കാഴ്ച വർദ്ധിക്കുന്ന ഒന്നാണ് മുരിങ്ങ. ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ് മുരിങ്ങനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഒരിക്കൽ ഇദ്രീസ് നബി അലൈഹിസ്സലാം അങ്ങനെ പോകുമ്പോൾ ഒരു ചെടി സംസാരിച്ചു എന്നാ. നബി തങ്ങളോട് മരങ്ങൾ സംസാരിച്ചത് സഹീഹ് മുസ്ലിമിലുണ്ടല്ലോ. അപ്പൊ ചെടി സംസാരിച്ചു. ചെടി സംസാരിച്ചപ്പോ ഞാൻ ആരാ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. ഞാൻ മുരിങ്ങയാണ്, നിർജസ് ആണ്. എന്തിനാ എന്നെന്ന് പറയും, എന്തേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കൊടുത്തു 15 ഔഷധ ഗുണങ്ങൾ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് ഈ മുരിങ്ങ അതിന്റെ പ്രയോഗവൽക്കരണത്തിന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ പറയേണ്ട സമയമല്ല, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതിലൊന്നാണ് ഈ കാഴ്ച. ഗർഭിണികൾക്ക് ആ മുരിങ്ങയുടെ നീര് ഇടിച്ച് പിഴിഞ്ഞ നീര് കുടിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ സുരക്ഷയ്ക്ക് നല്ലതാണെന്നാണ്. അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കാഴ്ച വർദ്ധിക്കുന്ന പലതുണ്ട്. അബൂ ശുജാഅ തങ്ങളുടെ കാഴ്ചക്കൊന്നും പറ്റിയിട്ടില്ല. ചില ആളുകളുടെ കേൾവിക്ക് പ്രശ്നമാണ്. രാത്രി ചമ്മാട്ടങ്ങാടി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 9:30 എന്നാ പറയാ. എന്തേ? അയാൾക്ക് ലാസ്റ്റ് ബസ് എപ്പോഴാന്നാ കേട്ടത്, ചെവിക്ക് പ്രശ്ന. എന്നാൽ അബൂ ശുജാഅ തങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. മഹാനരായ അബൂ ശുജാഅ തങ്ങളെ വായയിൽ ഒരൊറ്റ പല്ലും പോയിട്ടില്ല. ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ചില ആൾക്കാർ ചിർച്ചിനുണ്ടാല് വല്ലാത്തൊരു ഭാഗ്യം, വെപ്പ് പല്ലായിരിക്കും അല്ലേ. ഇപ്പൊ നമ്മളൊക്കെ 32 പല്ലുണ്ട് അറിയും, വെറുതെ 32 പല്ലില്ല, 28 പല്ലേ ഉണ്ടാകുള്ളൂ. ഏറി വന്ന 30 പല്ലേ ഉണ്ടാകുള്ളൂ. അതൊരു പഴയ സംഭവമാണ് ഇത്.
അടിച്ച് 32 പല്ലും കൊയിച്ചു എന്നൊക്കെ പറയില്ലേ, അതിന് 32 കൊയിച്ചല്ല 28 ഉള്ളൂ, ബാക്കി 4 എന്താ കാട്ടുക, ഒരു വിഷയമാണല്ലോ. അപ്പൊ പല്ല് എന്ന് പറയുന്ന സംഭവം ഒന്നും പോയിട്ടില്ല, അല്ല ഒന്നും വലിയ നിയമത്താ. ഒരു പല്ല് ആക്സിഡന്റിൽ പോയാൽ ഇൻഷൂർ ഒരു പല്ലിന് 5 ലക്ഷം റുപ്യാണെന്നാണ്. എന്ന് കരുതിയിൽ ബൈക്കുമ്പോൾ പോയിട്ട് ഇങ്ങനെ ചെറിയ അട്ടിങ്ങായിട്ട് പോസ്റ്റ് പിടിച്ചാൽ നിൽക്കണ്ട, അത് വേറെ വിഷയം. അതിനങ്ങനെ ഇസ്ലാമിക സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കുള്ള നിയമ നടപടികൾ നേടുന്ന രാജ്യത്ത് ഒരാളെ പല്ല് കൊയിച്ചാൽ, ഒരു പല്ല് കൊയിച്ചാൽ 5 ഒട്ടക, ഒരൊട്ടകത്തിന് ഇപ്പോൾ 50,000 റുപ്യ ഉണ്ടാവില്ല. അപ്പൊ 5 ഒട്ടകം എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം റുപ്യായി. അതാലോചിച്ച് നോക്കി എത്ര വിലയാണ്. അപ്പൊ ഇനി 28 പല്ലുണ്ട് നിൽക്കുക, എന്നാൽ തന്നെ എത്ര കോടിയായി ഇവിടെ? 1,40 ലക്ഷം റുപ്യായി നമ്മളെ പല്ലിന് മാത്രം. എന്നേലും ചെറിയേറ്റിട്ട് ആർക്കെങ്കിലും ഒരു കോടിക്ക് തരണം എന്ന് പറഞ്ഞാൽ കിടക്കും, അത് കിടക്കൂല, അത് വേറെ വിഷയം. അങ്ങനെ പല്ലിന് അത്ര വില ഉണ്ട്, നമ്മൾ നിസ്സാരായി കാണുക. ഇപ്പൊ നോട്ട് നിരോധിച്ച കാലഘട്ടത്തിൽ 250 റുപ്യ പല്ലുറച്ചാനാണ് എന്ന് പറഞ്ഞപ്പോ ഡോക്ടറെ അടുത്ത് അടുപ്പോ ചില്ലറല്ലായിരുന്നു, അപ്പൊ ഒരു വല്ലൂടി ഇപ്പുറത്ത് പറിച്ചു കൊടുത്തു പറഞ്ഞു. അത്രേ ഉള്ളു ഇപ്പൊ എമ്മക്ക്. അപ്പൊ എന്നാൽ അബൂ ശുജാ തങ്ങളെ ഒരൊറ്റ പല്ലും പോയിട്ടില്ല. ചോദിച്ചു, എന്താണ് വായിലെ ഒരൊറ്റ പല്ലും പോയിട്ടില്ലല്ലോ, അതുപോലെ ശരീരത്തിൽ കാഴ്ചക്ക് മങ്ങലേറ്റിട്ടില്ലല്ലോ, കേൾവിക്ക് കുറവ് വന്നിട്ടില്ലല്ലോ. അവിടുന്ന് പറഞ്ഞു, എന്റെ ഈ ഒരൊറ്റ അവയവങ്ങളെ കൊണ്ട് അല്ലാഹുവോ റസൂലോ പൊരുത്തമില്ലാത്തതല്ലാത്ത ഒന്നും കാണാറില്ല, ഒന്നും കേൾക്കാറില്ല. ആ നിലക്ക് അല്ലാഹ് നൽകിയ വലിയ ഫളിലാണ്. ലഅംറുക മാ അഖ്ബൈതു കഫീലി രീബതി വമാ ഹമലത്നി نحو فاحشة رجلي ولا قادني سمعي ولا بصر لها ولا دلني رأيي عليها ولا عقلي. കണ്ണുകൊണ്ട് തെറ്റ് ചെയ്യാത്ത, കൈകൊണ്ട് പ്രവർത്തി ചെയ്യാത്ത, കാലുകൊണ്ട് തെറ്റ് ചെയ്യാത്ത, തെറ്റിന്റെ നിഘണ്ടുവിലുള്ള ഒരു കുറ്റകൃത്യവും ചെയ്യാത്ത മഹാന്മാർ, അവരെ ബറക്കത്ത് കൊണ്ട് റബ്ബ് തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് വൈൻ തലബത ശുഗ്ല, നമുക്കൊരു ഏർപ്പാട് വേണമോ? നമ്മുടെ ഇബാദത്ത്, നമ്മുടെ ഓരോ ജീവിതവും ഇബാദത്തിലാക്കുക. ജോലി ചെയ്യുന്നത് ഇബാദത്താണ്, മരത്തിൽ കയറുന്നത് ഇബാദത്താണ്, കിണറ്റിൽ ഇറങ്ങുന്നത് ഇബാദത്താണ്, വണ്ടി ഓടിക്കുന്നത് ഇബാദത്താണ്, കച്ചവടം ചെയ്യുന്നത് ഇബാദത്താണ്, വീടടിച്ചു വാരുന്നത് ഇബാദത്താണ്, നിലം തുടക്കുന്നത് ഇബാദത്താണ്, പാചകം ചെയ്യൽ ഇബാദത്താണ്, പാലൂട്ടൽ ഇബാദത്താണ്. എല്ലാം നല്ല നിയ്യത്തോടു കൂടെ ഉമ്മമാരെ നിർവഹിക്കുമ്പോൾ അത് ഇബാദത്തായി മാറുകയാണ്. ഇൻഷാ അല്ലാഹ് മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയം മറ്റന്നാൾ നമുക്ക് ചർച്ച ചെയ്യാം, അന്ന് വിശദമായി പറയാം. പറഞ്ഞു വന്നത് ഇബാദത്തിന്റെ മേഖലയിൽ നിറഞ്ഞു നിൽക്കണം. അതിന് ഉദാഹരണമാണ് അബൂ ശുജാ തങ്ങൾ. 160 വയസ്സായപ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിന്റെ മൂങ്ങനെ എണീറ്റുകൊണ്ട് അവിടെ നിന്നിങ്ങനെ മയങ്ങിയപ്പോ അതാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ വന്നുകൊണ്ട് ചോദിച്ചു, അമാ അനലക അൻ തൽഹഖനി, എന്തേ പോരാനായില്ല അബൂ ശുജാഅേ? ഏത് നബി തങ്ങളാണ് ചോദിച്ചപ്പോ ഷോനെ മൂപ്പര് പറഞ്ഞു, റബ്ബേ എനിക്ക് പോവാൻ കൊതിയായിട്ടുണ്ട്. എന്റെ ഹബീബ് മരണത്തെ കൊതിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊതിക്കുമായിരുന്നു. എനിക്ക് എന്റെ ഹബീബിന്റെ അടുക്കിലേക്ക് പോവണം. അങ്ങനെ കടന്നാണ് വഫാത്തായി മഹാനരായ അബൂ ശുജാ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. ഇതാണ് മൂന്നാമതായി പറഞ്ഞത്. ഹതമുൽ സമുതങ്ങൾ നാലാമതായി പറഞ്ഞത്, വഇൻ തലബത മൂനിസൻ ഫഹസ്ബുക്കൽ ഖുർആൻ. മനസ്സിനൊരു ആശ്വാസം, ഒരു സന്തോഷം, ഒരു സായുജ്യം, ഒരു റിലാക്സിനേഷൻ, അതല്ലെങ്കിൽ ഒരു എൻജോയ്, അതല്ലെങ്കിൽ ഒരു ഇഷ്ടം, അതല്ലെങ്കിൽ ഒരു സമാധാനം വേണമെന്ന് തോന്നലുണ്ടോ എങ്കിൽ ഫഹസ്ബുക്കൽ ഖുർആൻ. ഖുർആൻ ഓതുന്നത് വലിയ ആശ്വാസം, വലിയ റാഹത്ത. വേണമെന്ന് കരുതി ഓതണം. അള്ളാന്റെ കലാമാന്നുള്ള എനിക്ക് ഓതണം. ഇഖ്ലാസോട് കൂടെ ഓതണം. ഖിബ്ലക്ക് മുന്നിട്ട് ഓതണം. വുളൂഓട് കൂടെ ഓതണം. സാവകാശം ഓതണം. ചിന്തിച്ചു ഓതണം. അള്ളാഹു എന്നോട് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന കരുത്തോട് കൂടെ ഓതണം. ആ നിലക്ക് ഓതുമ്പോ വലിയ റാഹത്ത. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഒരിക്കൽ
മുആദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന ആള് പറയാം, ഞങ്ങൾ കുന്നാ ഫീ യൗമിൻ മതീറ, ഭയങ്കര മഴയുള്ള ഒരു ദിവസം, വഫീ ളുൽമത്തിൻ ശദീദ, ഭയങ്കര ഇരുട്ടുള്ള ഒരു ദിവസം, ഇരുട്ടും മഴയും കൂടി ഉള്ള ദിവസം ഞങ്ങൾ നബി തങ്ങളെ എങ്ങനെ കാത്തുന്നു. ഇശാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനല്ല, മഴ ജമാഅത്തിന് ഉദറാണ് എന്ന് കരുതി പള്ളിയിലിരിക്കുമ്പോൾ മഴ ചെയ്താൽ പെരേക്ക് മണ്ടണം എന്നല്ല. വീട്ടിലിരിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് പോവാൻ മഴ തടസ്സമാണെങ്കിൽ പ്രയാസമല്ല. അപ്പോൾ വണ്ടിയും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് മുടക്കാനും പാടില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് തെരഞ്ഞുപോയി. ഒരു രാത്രി 10-12 മണിയായപ്പോൾ നബി തങ്ങളെ തെരഞ്ഞു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരയിലിരുന്ന് ഇങ്ങനെ ദിക്റില്ല. ഞങ്ങൾ വാതിൽ മുട്ടി. ആരാ? ഞങ്ങൾ ഇങ്ങനെ കാത്തുക്കായിരുന്നു, ഞങ്ങൾ വന്നതാ. വാതിൽ തുറന്നപ്പോ നബി തങ്ങൾ കണ്ട ഉടനെ തന്നെ ഖുൽ, എന്ത് അറിയണില്ല, ഖുൽ വീണ്ടും പറഞ്ഞു, ചെല്ല്, എന്ത് ചെല്ലാൻ, വീണ്ടും ഖുൽ ചൊല്ലേ. അപ്പോ അബ്ദുള്ള തങ്ങൾ ചോദിച്ചു, അബ്ദുല്ലാഹി ചോദിച്ചു, മാതാ ഖുൽ, ഞാൻ എന്താ ചൊല്ലേണ്ടത്, എന്താണ് ഞാൻ ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നേരം വെളുത്താലും വൈകുന്നേരമായാലും സുബഹിന്റെ ശേഷം മഗ്രിബിന്റെ ശേഷം 3 ഖുൽ ഹുവല്ലാഹ്, 3 ഫലക്ക്, 3 നാസ് ഓതെ. എന്താ? തക്ഫീക മിൻ കുല്ലി ഷൈ. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുക, സഹിഹായ ഹദീസ്. തക്ഫീക മിൻ കുല്ലി ഷൈ, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഏതാണ്? 3 ഇഖ്ലാസ്, 3 ഫലക്ക്, 3 നാസ്. ഒരാൾ സുബഹിന്റെ ശേഷം വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസമല്ലല്ലോ. മഗ്രിബ് നിസ്കരിച്ച് ദുആയൊക്കെ കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് സാവകാശം, കുറച്ച് സാവകാശം ഓതുക, നല്ല ഫലം ചെയ്യാം. അല്ലാതെ കട്ടറോട്ട് കൂടെ കാള വണ്ടി വേണം എനിക്ക് ട്രർ എന്ന് പറഞ്ഞ് ഊതി പോകല്ല. പിന്നെ കുറച്ച് സാവകാശം. അങ്ങനെ ഒരു 3 ഖുൽ ഹുവല്ലാഹ്. ഉമ്മമാരെ, ഒരു 3 ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഒരു 3 ഖുൽ അഊദു റബ്ബിൻ നാസ് സുബഹി സ്കെച്ച് ഓതുക. ഇത് ഈ റമളാൻ മാസത്തിലൊക്കെ ഉണ്ട്. ഈ സുബഹി സ്കെച്ച ഉടനെ മയ്യത്ത് കടത്തിയ പോലെ നിസ്കാര കുപ്പായത്തുമാർ ഒറ്റ ഉറക്കാം. നമ്മളെ പെണ്ണുങ്ങൾ അല്ലേ, രാവിലെ ഉറങ്ങരുതേ. സുബഹി വാങ്ങിക്കൊടുത്ത് 108 മിനിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം ഉറങ്ങാൻ പാടുള്ളൂ. അതെന്താ കണക്ക്? അതങ്ങനെയാണ്. 108 മിനിറ്റ് കഴിഞ്ഞിട്ട്, 108 മിനിറ്റ് പറഞ്ഞാൽ 120 മിനിറ്റ് ആകുമ്പോൾ 2 മണിക്കൂറായല്ലോ. അഥവാ ലുഹാ സമയം. ആ ലുഹാ സമയത്തും ഉറങ്ങണത് ഗുണമല്ല, കൈലൂലത്താണ് സുന്നത്തായ ഉറക്കമുള്ളത്, അത് വേറെ വിഷയം. ആ ടൈമിൽ ഈ 108 മിനിറ്റ് വരെയാണ്, അഥവാ ഈ ലുഹാ സമയം വരെയാണ് 4 കാര്യങ്ങൾക്ക് അല്ലാഹു തആല ആള് ക്യൂബിലുണ്ടോ, വരിയിലുണ്ടോ, ഉണക്കുണ്ടോ നോക്കുക. 1 അയാളെ ആയുസ്, മറ്റൊന്ന് അയാളെ ആരോഗ്യം, മറ്റൊന്ന് അയാളെ സമ്പാദ്യം, മറ്റൊന്ന് അയാളുടെ അറിവ്. ഈ 4 കാര്യങ്ങൾക്കും അല്ലാഹു തആല ലൈനിലുണ്ടോ എന്ന് നോക്കണ ടൈമാണ്, മലക്കുകൾ നോക്കണ സമയമാണ് ഈ 108 മിനിറ്റ്. അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങരുത്. ഇപ്പൊ ഗൾഫേർ മനസ്സിലാക്കിയത് രാവിലെ ഉറങ്ങൽ സുന്നത്താ, വെള്ളിയാഴ്ച മോക്കതായ സുന്നത്താന്നാ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പൊതുവെ ഒരു വെപ്പുണ്ട്. ഒന്ന് കണ്ണീം വീട്ടില്ലെങ്കിൽ ഒരു വിഷമല്ല, റാഹത്തുണ്ടാവില്ലല്ലോ. അപ്പൊ സുബഹിന്റെ ശേഷം ബർക്കത്ത് കുറയുന്ന സംഭവമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ആ ടൈമിലെങ്കിലും വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. ഏതായിരുന്നാലും നിങ്ങൾ ഉറങ്ങാതൊക്കെ എന്തോ ആവട്ടെ, ഇത് നിങ്ങൾ ചെയ്യാം. ഏത്? സുബഹി നിസ്കരിച്ച് ദുആ കഴിഞ്ഞതിന്റെ ശേഷം 3 ഇഖ്ലാസ്, 3 ഫലഖ്, 3 നാസ്. ഇതാണ് ഉദിയാൽ തക്ഫീക മിൻ കുല്ലി ഷൈ. മറ്റൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധി വന്നുപെട്ടു, അതല്ലെങ്കിൽ ഒരു വലിയ പദ്ധതിയുണ്ട്.
അതല്ലെങ്കിൽ ഒരു വലിയൊരു ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്, അതല്ലെങ്കിൽ വലിയൊരു മുസീബത്തിൽ നിന്ന് സലാമത്ത് നേടേണ്ടതുണ്ട്. അങ്ങനെ ഒരു നിയ്യത്തുണ്ടെങ്കിൽ ഉടനെ വുളു എടുക്കുക. വുളു എടുത്തതിന്റെ ശേഷം 4 റക്അത്ത് ളുഹ നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരാണെങ്കിലും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വജ്ഹത്ത് ഓതണം, സൂറത്ത് ഓതണം, മസീഹ് ദജ്ജാൽ വരെ അത്തഹിയാത്ത് ഓതണം. അത് തറാവീഹിനും ബാധകമാണ്. ദുആഉൽ ഇഫ്തിതാഹ് ചുരുങ്ങിയ നിലക്ക് ഓതിയാൽ വജ്ഹത്ത് വജ്ഹി തന്നെ ഓതിക്കൊള്ളണമെന്നില്ല. അല്ലാഹു അക്ബർ, സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞു. കറാഹത്ത് പോയി. അഊദു ഓതനോട് കൂടെ 2 കറാഹത്ത് നിന്ന് കഴിച്ചിലായി. അതുപോലെ അത്തഹിയാത്ത് മസീഹ് ദജ്ജാൽ വരെ ഓതണം എന്നാണ്. തറാവീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞ ഡീലക്സ് എക്സ്പ്രസിന്റെ സ്റ്റോപ്പിന്റെ ആയിരിക്കാം, ഒരൊറ്റ സലാം കൂട്ടല. അതിന് വേണ്ടത് എന്താ? അതിന് വേണ്ടത് അത്തഹിയാത്ത് എന്ന് ഷോർട്ടാക്കിയാൽ അത്തഹിയാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഫിത്നതി വമിൻ ഫിത്നത്തിൽ മഹ്യാ വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. മറ്റേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എത്തുമ്പോഴേക്ക് ഇവിടെ അത്തഹിയാത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 10-15 സെക്കൻഡേ വരുള്ളൂ ബാക്കിയുള്ളതും കൂടി ഊതുമ്പോ. പക്ഷേ ഈ 3 എണ്ണം ഒഴിവാക്കുന്നതിലൂടെ ഒരു തറാവി, ഒരു ദിവസത്തെ തറാവീഹിൽ 40 കറാഹത്ത് ചെയ്യണം. ഈ വജ്ഹത്ത് ഒഴിവാക്കലും അഊദ് ഒഴിവാക്കലും ഒക്കെ കൂടെ ആവുമ്പോൾ 40 കറാഹത്ത് ഒരാൾ ജീവിതത്തിൽ ഒരുമിച്ച് ചെയ്താൽ അതൊരു ഹറാമിന്റെ സ്ഥാനത്താണെന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ 30 തറാവീഹിലൊരു 30 ഹറാമെടുത്ത കോലത്തിലാവണ്ട. അഊദ് ഓതുക, സുബ്ഹാനകല്ലാഹു ബിഹംദിക്കാന്ന് ഓതിയാ മതി. ദുആഉൽ ഇഫ്തിതാഹായി. കറാഹത്തുന്ന് ഒഴിവാകാൻ അത്രേ വേണ്ടതുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ളുഹ നിസ്കരിച്ചിട്ട് നമ്മളെ പ്രധാനപ്പെട്ട വിഷയം അത് സലാമത്താകണം. അതിന് 7 വദ്ദുഹ വല്ലൈലി ഓതുക. എത്ര എണ്ണം? ഒന്നുമില്ലേ? 7 എണ്ണം ഓതുക. അങ്ങനെ 7 എണ്ണം ഒരു 7 ദിവസം ഇതുപോലെ ചെയ്താൽ ഭയങ്കര ഫലം. പറഞ്ഞെടുത്ത ആളുകൾക്കൊക്കെ ഫലം കിട്ടുന്നുണ്ട്. ഭയങ്കര സംഭവം. 7 വദ്ദുഹ വല്ലൈലി ളുഹ നിസ്കാര ശേഷം അതങ്ങ് ഊതുന്നത് ഉമ്മമാരെ വളരെ റാഹത്താണ്, വളരെ സന്തോഷമാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മ വെക്കുന്നത് നല്ലതാണ്. സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത് وَإِن طَلَبْتَ مُونِسًا فَحَسْبُكَ الْقُرْآنُ. മനസ്സിന് ആശ്വാസം ഖുർആൻ ഓതുക. സുബ്ഹാനല്ലാഹ്, മുൻഗാമികൾ അങ്ങനെയാ. മഹദിയായ നഫീസ ബീബി റളിയല്ലാഹു അൻഹാ ഉദിഫകേലിൽ മദിവരാതെ നോമ്പതും ഫിടുത്തേ ഫെരിയവന്റെ ഖൗഫിനാലെ തോന ഇബാദത്തെ മരണമാകും ഞണ്ട് ബിണ്ട് ഓതി അൻ ആമാലേ മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാരേ പൊന്നിവർ മൗത്ത് ഹിജ്റ 200 ആട്ടെ ഫുരിദാ റമളാനദിൽ ജോ മുഅരാബിൽ തീട്ടെ. മഹദിയായ നഫീസ ബീബി റളിയല്ലാഹു അൻഹാ അവിടുന്ന് റമളാനിൽ വഫാത്തായ മഹദിയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു വഫാത്തായ മഹദിയാണ്. ആ മഹദിയായ നഫീസ ബീബി റളിയല്ലാഹു അൻഹാ അവിടുന്ന് 30 ഹജ്ജ് ചെയ്തപ്പോൾ 20 ഹജ്ജും അവിടുന്ന് നിർവഹിച്ചത് നടന്നുപോയി ചെയ്ത മഹദിയാ. കൈറോവിൽ നിന്ന്, ഈജിപ്തിലെ കൈറോവിൽ നിന്ന്, കാഹിറയിൽ നിന്ന് അവിടുന്ന് നടന്നു പോയിട്ടാണ് 20 ഹജ്ജും മഹദി അവറുകൾ ചെയ്തിട്ടുള്ളതെങ്കിൽ, ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, അവസാനത്തെ ഹജ്ജും നിർവഹിച്ച് വിദാഇന്റെ തവാഫ് അങ്ങനെ കഴിഞ്ഞ് മഹദി അവറുകൾ അവിടുന്ന്
20 ഹജ്ജ് നടന്നു പോയി ചെയ്തു. നമുക്കൊരു 200 മീറ്റർ വേണമെങ്കിൽ ഓട്ടോറിക്ഷ ആണല്ലോ, അതിൽ വണ്ടിയാണല്ലോ. അപ്പൊ അവിടെ ദൂരക്കുന്ന ഒരാളെ നമ്മൾ വിളിച്ചാൽ ചിലപ്പോൾ സ്കൂട്ടി മേണ്ട് വരിക, ഓടിന് വരും. പെരന്റെ പിന്നത്തെ കക്കൂസൊക്കെ വണ്ടി വിളിക്കാത്ത റോഡിലായിട്ടാ, അല്ലെങ്കിൽ അതിനും വണ്ടിയിലാവുക. അങ്ങനെ ആയിപ്പോയി, നമ്മളെ മടിയായിപ്പോയാണ്, പെരുഞ്ചാതി മടിയാണ് എല്ലാവരും. സ്വർഗപ്രവേശം തടയുന്ന 2 കാര്യം: ഒന്ന് ഹുബ്ബു ദുനിയ, ദുന്യാവിനോടുള്ള സ്നേഹം; 2 മടിയാണ് നവാസ് ഇമാം പറഞ്ഞത്. നഫീസ ബീബി റളിയല്ലാഹു അൻഹ നടന്ന് അങ്ങനെ പോയി അവസാനത്തെ ഹജ്ജ് ചെയ്ത് ഇബ്രാഹിം മഖാമിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ആ കല്ല് ഇങ്ങനെ കണ്ടു. കഅബാലയം പുനർനിർമ്മിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മേലേക്ക് എത്താതെ വന്നപ്പോ ജബൽ അബി ഖുബൈസ് എന്ന് പറഞ്ഞ മലന്റെ അവിടുന്ന് ഒരു കല്ല് ജിബ്രീൽ അലൈഹി സ്വലാം ഇസ്മായിൽ നബിക്ക് എടുത്തു കൊടുത്തു. അയിമ ഇങ്ങനെ കയറി നിന്നപ്പോ ആ കല്ല് ഇങ്ങനെ പൊന്തി സൗകര്യം പോലെ പണിയെടുത്ത് പിന്നെ അതിങ്ങനെ ചിറ്റിങ്ങനെ പോയി. ആ കല്ല് ഈ അത്ഭുതം കണ്ടപ്പോ വാപ്പാന്റെ കാലെട്ടിയതല്ലേ എന്നുള്ള നിലക്ക് ഇസ്മായിൽ നബി അലൈഹി സ്വലാം, അന്ന് ആസാറുകൾക്ക് സനതൊന്നും വേണ്ട എന്നുള്ള തിയറിയല്ലേ, അപ്പൊ ആ നിലക്ക് മഹാനരായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അത് കൊണ്ടുപോയി പെരിയിൽ വെച്ച് കുറെ കാലം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്മായിൽ നബിനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് മരുവോള്, നിങ്ങൾ ക്ഷീണിച്ചണല്ലോ, ഈ കല്ലും വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മോശനെ കുളിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നല്ല സ്നേഹമുള്ള മരുവളായിരുന്നു രണ്ടാമത്തെ മരുവൾ. അങ്ങനെ ആ സമയത്താണ് ഇബ്രാഹിം നബി ചവിട്ടിയെടുത്ത് ഒരടയാളുണ്ടായി, പാറമേ അടയാളുണ്ടായി. ആ അടയാളുള്ള കല്ല് അതങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ആ സൂക്ഷിച്ചു വെച്ചത് ഖുസയ്യ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ടയാളാണ് ഖുസയ്യ്. ആ ഖുസയ്യ് ആ കല്ല് ഭദ്രമായി കഅബാലയത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അതങ്ങനെ വെച്ചു. ആ വെച്ചതിനെ പവിത്രമായി അങ്ങനെ തന്നെ ഇങ്ങനെ തുടർന്ന് പോന്നു. അക്കല്ല് നഫീസ ബീബി ഇങ്ങനെ കണ്ടപ്പോ ആലോചിച്ചു, പടച്ചോനെ, എന്റെ ഉപ്പൂപ്പ ഹബീബി നബി മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുത്തെ വല്യപ്പ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി കയറി നിന്ന കല്ലിന് ഈ മഹത്വം ഉണ്ടെങ്കിൽ അവിടുത്തെ ശരീരം വെച്ച ആ ഒരു ഖബറിന് എത്ര മഹത്വം ഉണ്ടാകും. ഫലസ്തീനിലെ മദീനത്തുൽ ഖലീൽ എന്ന് പറയുന്ന പ്രദേശത്തെ മദീനത്തുൽ ഖലീൽ, ഹിബ്രോൺ എന്ന് പറയുന്ന പ്രദേശത്തെ മദീനത്തുൽ ഖലീൽ എന്ന സ്ഥലത്താണല്ലോ ഇബ്രാഹിം നബിയുടെയും റുഫഖാ ബീവിയുടെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും യൂസുഫ് നബിയുടെയും അവരൊക്കെ ഖബറുള്ളത്. അപ്പോ അതിനെത്ര മഹത്വം ഉണ്ടാവും. റബ്ബേ, എനിക്ക് അവിടെയും കൂടി പോണം, അതിന് തൗഫീഖ് നൽകണം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് എന്നെ നടന്നു. അങ്ങനെ നഫീസ ബീവി ഖബറിന്റെ അടുത്തെത്തി. അങ്ങനെ അവിടുന്ന് കുറെ ദ്വാരനീന്റെ ശേഷം തലക്കുമ്പാത്ത് പോയിട്ട്, അല്ലേപ്പാ, ഐ ജദ്ദി, വല്ലിപ്പാ. അപ്പൊ ഉള്ളുന്ന് നഅം ഐ ബുനയ്യത, കുഞ്ഞുമോളെ എന്താ വർത്താനം? ഖബറിന്റെ ഉള്ളിന്ന് കേൾക്കുക, നഫീസ ബീബി കേൾക്കുക. ഐ ബുനയ്യത, കുഞ്ഞുമോളെ. ഔസിനി, വല്യപ്പ ഒന്നും പറയല്ല, ഞാൻ നന്നാവണം, എനിക്ക് വിജയിക്കണം, എനിക്ക് റാഹത്തിൽ നിന്ന് കിട്ടൂന്ന. ഇബ്രാഹിം നബിക്കല്ല ഖുർആൻ ഇറങ്ങിയത്, പക്ഷെ ഖുർആൻ ഇറങ്ങിയ വിവരം അവിടെ ഉണ്ട്. ഖുർആനത്തെ സൂറത്തുകളെ പ്രായോഗികതയൊക്കെ ഉണ്ട്. അപ്പൊ മനസ്സൊന്ന് റാഹത്താവാൻ വസ്വാസുള്ള ചില ആൾക്കാരുണ്ടാവും. ഇപ്പൊ പള്ളിയിൽ നിന്നൊക്കെ ചിലപ്പോൾ ഉള്ളുകൊടുത്ത് ഇങ്ങനെ ഹലാക്കാക്കിയിട്ട് ഹൗദിന്റെ അടിയത്തെ ഉച്ചു പൊന്തുമ്പോളാ ഒലിക്ക് നിസ്കാരം ഹലാലാകുക. അതുപോലെ നിസ്കരിക്കാൻ നിന്ന് അള്ളാ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇമാമ് റുക്കൂക്ക് പോകുമ്പോ പിടുത്തം കിട്ടി എന്നുള്ള നിലക്കാണ് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടും. അങ്ങനെ കുറെ ആളുകൾ ഉണ്ട്. അത്തരം ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഇദാ സുൽസിലത്തി സൂറത്ത്, അത് പാരായണം ചെയ്യൽ. അത് വളരെ വസ്വാസുള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ്, വളരെ റാഹത്താണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിനൊരാശ്വാസവും മനസ്സിനൊരു സമാധാനവും ലഭിക്കണം എന്ന താല്പര്യമുണ്ടോ എങ്കിൽ ഖുർആൻ ഓതുക. ഹതമുൽ ഹസൻ റളിയല്ലാഹു അൻഹു അടുത്തതായി പറഞ്ഞു, മോനെ, വഇൻ തലബ്തൽ ഇബ്റ, നിനക്കൊരു അനുഭവ പാഠം വേണമെന്ന് താല്പര്യമുണ്ടോ എങ്കിൽ ഫഹസ്ബുക ദുനിയാ, ദുനിയാവിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ദുനിയാവ്
ഇപ്പം നമ്മളിങ്ങനെ പള്ളിക്കാട്ടേക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പോവുക, പഴയ ഒരു പള്ളിയിലേക്ക്. ആ പള്ളിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നിക്കാഹിന് പോവുക ആലുംചോട്ടിലെ പള്ളിയിലേക്ക്, അതല്ലെങ്കിൽ മമ്പറത്തെ തിരുവരങ്ങാടി പള്ളിയിലേക്ക്. ആ പള്ളിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താകും, കുറേ മീസാങ്കല്ലാണ്. ആ മീസാങ്കല്ല് ഇങ്ങനെ നോക്കുമ്പോൾ പടച്ചോനെ, ഏക്കറക്കണക്കിന് ഭൂസ്വത്തുള്ള കോടിക്കണക്കിന് ഡെപ്പോസിറ്റുള്ള ആളാണ് ആ കിടക്കുന്നത്. ഇപ്പുറത്താണെങ്കിലോ അയാളെ തെങ്ങ് തുരന്നീന്ന് അയമുട്ടിയാണ് ഇക്കടക്കണത്. പടച്ചോനെ, രണ്ടാൾക്കും ഒരേ മീസാങ്കല്ല്, രണ്ടാൾക്കും ഒരേ യൂണിഫോം, രണ്ടാളും പോയത് ഒരേ കോലത്തില്. അവസ്ഥ എന്താ അറിയില്ല അല്ലേ? ഒരു പള്ളിക്കാട്ടിലും പ്രായമായവർക്ക് മാത്രം എന്ന് എഴുതി വെച്ചിട്ടില്ല, എവിടെയും രോഗികൾക്ക് മാത്രം എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. മിനിഞ്ഞാന്നാണ് ബഹുമാനപ്പെട്ട കൊളത്തൂർ അലവി സഖാഫി ഉസ്താദിന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടത്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പുന്നാരമോന് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. +1 പഠിക്കുന്ന ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ലോകത്തോട് വിട പറഞ്ഞത്. എത്രയോ ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. നാം എപ്പോഴാണ് പോവുക എന്നറിയില്ല. ഏതായിരുന്നാലും ദുന്യാവിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഒരു ഉറുമ്പിനെ പരിചയപ്പെട്ടു. ഖുർആനിലുണ്ട് ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ആ ഉറുമ്പിന്റെ സംസാരം കേട്ട് സുലൈമാൻ നബി കുറെ ചിരിച്ചു. ഉറുമ്പുകളൊന്നായിട്ട് വരിക. ഉറുമ്പൊരു ഒരു മാതൃകയുള്ള ഒരു നല്ല ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ഉറുമ്പ് എന്ന് പറയുന്നത്. ആ ഉറുമ്പ് അവര് നേതാവായ ഉറുമ്പ് പറഞ്ഞു, ലാ യഹ്തിമന്നകും സുലൈമാനു ജുനൂദു. സുലൈമാൻ നബിയും പരിവാരങ്ങളും നിങ്ങളെ ചവിട്ടി അരക്കണത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. സുലൈമാൻ നബി ഓടിപ്പോയിട്ട് ആ ഉറുമ്പിനോട് ചോദിച്ചു, ഞങ്ങൾ ചവിട്ടുന്ന ആൾക്കാരാ, ഞങ്ങൾ ആക്രമിക്കുന്ന ആൾക്കാരാ, എന്തിനാണ് ഈ അണികൾക്ക് ഇങ്ങനെയുള്ള മെസ്സേജ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോ ആ ഉറുമ്പ് ചോദിച്ചു, ഞാൻ ബാക്കി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ എന്തേ പറഞ്ഞത്? സുലൈമാൻ നബിയും കൂട്ടുകാരും നിങ്ങളെ ചവിട്ടുന്നത് ശ്രദ്ധിക്കണം. വഹും ലാ യശൂറൂൻ. അറിയാതെ ചിലപ്പോ പറ്റിയാലോ. ഓലടുത്ത് അങ്ങനെ ഒന്നും ഉണ്ടാകണവരല്ല, ഓല അക്രമികളല്ല. വഹും ലാ യശൂറൂൻ. അറിയാതെ ചിലപ്പോ ഒരു അബദ്ധം ചിലപ്പോൾ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ പറ്റിയാലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു സുലൈമാൻ നബിയെ. എന്നാ സാരല്ല. പിന്നെ അങ്ങനെ വർത്താനം പറഞ്ഞപ്പോ ഉറുമ്പിനോട് ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോ ഈ ഉറുമ്പ് ചോദിച്ചു, സുലൈമാൻ നബിയെ, നിങ്ങളെ ബാപ്പയല്ലേ ദാവൂദ് നബി? ആ ദാവൂദ് നബിന്റെ ബാപ്പയാണ്. ശരി, ആ ദാവൂദ് നബിക്ക് ദാവൂദ് എന്നുള്ള പേര് വരാൻ എന്താ കാരണം എന്നറിയുമെന്ന് വെച്ചു. എന്താ കാരണം? ദാവൂദ് നബി ഏത് പ്രശ്നം വന്നാലും പരിഹാരം ദിക്ർ മാത്രമാണ്. ദിക്റിലൂടെ പരിഹാരം കണ്ടിരുന്നവരാണ് മഹാനരായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. ആദം നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ദാവൂദ് നബിനെ. എല്ലാ നബിനെയും അള്ളാഹു തആല ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ദാവൂദ് നബി അലൈഹി സ്വലാമിനെ ഇങ്ങനെ ഇങ്ങനെ കണ്ടപ്പോ അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ, ഇന്റെ ആയുസ്സിന്ന് ഒരു 40 കൊല്ലം ആ ദാവൂദ് നബിക്ക് കൊടുക്കണം. 1000 വയസ്സേ ആദം നബിക്ക് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ എന്റെ വയസ്സിന്ന് ഒരു 40 കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 40 കൊടുക്കണം എന്നാണ്. അപ്പൊ നമ്മളങ്ങനെ പറയും, ഒരു പേരക്കുട്ടി നല്ല ഉസാറുള്ള പേരക്കുട്ടിയാണെങ്കിൽ അർഹമുർ റഹീമനായ റബ്ബേ, 70 ആണെങ്കിൽ ഒരു 5 കൊടുത്തിട്ട് എനിക്ക് 65 മതി നമ്മൾ ആരെങ്കിലും പറയോ? ഇല്ലല്ലോ. ആദം നബി അലൈഹി സ്വലാം സ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയി. 960-ാമത്തെ വയസ്സിൽ അസ്രായിൽ അലൈഹി സ്വലാം റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോ എന്തിനപ്പൊ തന്നെ കുത്തിക്കെട്ടിങ്ങൾ വന്നാണ്? 1000 അല്ലേ? 1000 960 ഉള്ളു അല്ല, 1000 ഉണ്ട്. എന്റെ വയസ്സ് 1000 ആണ്. നിങ്ങൾ 40 ദാവൂദിന് കൊടുത്തില്ലേ? അത് ശരിയാ, മറന്നാണ്. ഫനസിയ ആദമു വനസിയ ബനുവാദം. അന്ന് ആദം നബി മറന്നപ്പോ മനുഷ്യന്മാർക്കും മറക്കല്, കൊട കൊണ്ടുപോകാൻ കൊണ്ടുപോയി എഴുതിയിട്ട് ആരാന്റെ കൊണ്ടുവരിക. പലജാതി മറവികളും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ടല്ലോ. അപ്പൊ ഏതായിരുന്നാലും ദാവൂദ് നബി അലൈഹി സ്വലാമിന് ദാവൂദ് എന്നുള്ള പേര് വരാൻ കാരണം ചോദിച്ചു, നിങ്ങൾക്ക് സുലൈമാൻ എന്നുള്ള പേര് വരാൻ എന്താ കാരണം എന്ന് പറയും. എന്തേ? ലിസലാമത്തി സദരിക്ക. നല്ല മനസ്സാണുള്ളത്. നല്ല മനസ്സുള്ള ആളുകൾക്ക് ആ വകയിൽ വളരെ സന്തോഷവും സമാധാനം ഉണ്ടാകുന്നതാണ്. ഒരിക്കൽ മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, ഈ ഫിർഔൻ എന്തിനാ ദീർഘായുസ്? 400 കൊല്ലം രാജ്യം ഭരിച്ചത്.
400 കൊല്ലം രാജ്യം ഭരിച്ച അള്ളാന്റെ അന്നം, അള്ളാന്റെ ഭക്ഷണം, അള്ളാന്റെ ഒക്കെ എടുത്തിട്ട് 400 കൊല്ലം രാജ്യം ഭരിച്ച ഫിർഔന്, ഞാനാണ് വലിയ അടച്ചവനും അള്ളല്ലാന്ന് നിഷേധിച്ച ആ ധിക്കാരിയായ ഗാഫറായ ആ ഫിർഔനിന് എന്ത് 400 വയസ്സൊക്കെ എന്ന് മൂസാ നബി ചോദിച്ചപ്പോൾ ഖദ് ഹസ്സന ഖുലുഖഹു, ചങ്ങായിന്റെ പെരുമാറ്റം നല്ല ഉസാറാണ്, ആ വകയിൽ ഞാൻ 40 കൊടുത്തതാന്നാ പറഞ്ഞത്. അവ നല്ല പെരുമാറ്റമുള്ള ആളുകൾക്ക്, മനസ്സിന് വിശാലതയുള്ള ആളുകൾക്ക് ആ വകയിൽ കുറച്ച് ആയസ് കിട്ടും എന്നുള്ളതാണ്. എന്തോ ആവട്ടെ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അല്ലാഹു കാറ്റിനെ അധീനപ്പെടുത്തി തന്നത് എന്താ എന്ന് വെച്ചു. എന്തേന്ന് വെച്ചു, ദുന്യാവ് എന്ന് പറഞ്ഞ ഒരു കാറ്റുള്ളൂ. ഈ ദുന്യാവിൽ ഇപ്പൊ നമ്മൾ തന്നെ കാണുന്നു, ചില ആളുകൾ ജനിക്കുന്നു, അയാൾ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആക്സിഡന്റിൽ മരിക്കുന്നു. ചില ആളുകൾ ജനിച്ച് കുറെ കാലം കഴിഞ്ഞ് മരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഓരോ ആളുകൾക്ക് 10 ഏക്കറ, 20 ഏക്കറ, 100 ഏക്കറ, 10 സെന്റ്, 5 സെന്റ് ഭൂമി ഇല്ലല്ലോ, കടലാസ് മാത്രമല്ലേ ഉള്ളൂ. ഈ കടലാസ് ആധാരം മാത്രമല്ല, അത് വേറെ ആൾക്ക് കൊടുക്കുമ്പോൾ ഈ ആധാരം ഒന്ന് മാറ്റുമെന്നല്ലാതെ ഭൂമി അവിടെ തന്നെ. ഇപ്പൊ നിങ്ങൾ എനിക്ക് 10 സെന്റ് എന്നാൽ എനിക്ക് എന്റെ നാട്ടിൽ കൊണ്ടുപോകാൻ കഴിയൂല. അപ്പൊ ദുന്യാവ് എന്ന് പറഞ്ഞാൽ അതൊരു പേപ്പർ കൈമാറ്റം എന്നുള്ളതല്ലാതെ ഈ ഭൂമി കൈമാറ്റം എന്നൊരു സംഭവമല്ലല്ലോ. വൃദ്ധരൻ ഭൂമി കൈമാറുന്നില്ല. പിന്നെ ഭൂമിന്റെ ആ പേപ്പർ അങ്ങോട്ട് ഇങ്ങനെ മുച്ചിക്കൊമ്പ തവറാൻ കൃഷി 40 വയസ്സ് എന്നും പറഞ്ഞിട്ട് അതിലങ്ങനെ ഓരോ പേരുകൾ ഇങ്ങനെ മാറുക എന്നുള്ളതല്ലാതെ ഭൂമി അതങ്ങനെ മരിച്ചുപോയ വേറെ ആൾക്കാർ, ഓല് മരിച്ച വേറെ ആൾക്കാർ, ഓല് മരിച്ച വേറെ ആൾക്കാർ, വേറെ ഒന്നുമില്ല ഈ ദുന്യാവ്. അപ്പൊ ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഒരു പുകയാണ് പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. 6-ാമതായി മഹാനരായ ഹാത്തമുൽ അസം തങ്ങൾ അവസാനം പറഞ്ഞത്, മോനെ വഇൻ തലബ്ത വഅളാ, നിനക്കൊരു വഅള് വേണമെന്ന് തോന്നുകയാണെങ്കിൽ, ഒരു ഉപദേശം വേണമെന്ന് തോന്നുകയാണെങ്കിൽ, ഫഹസ്ബുക മൗതുൽ അഖ്റാൻ, നിന്റെ കൂട്ടുകാര് മരണപ്പെട്ടത്, നിന്റെ ബാപ്പമാര് മരണപ്പെട്ടത്, നിന്റെ ഉമ്മമാര് മരണപ്പെട്ടത് ചിന്തിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ബാപ്പമാര് ഖബറിലുള്ളവരുണ്ട്, നമ്മുടെ ഉമ്മമാര് ഖബറിലുള്ളവരുണ്ട്, നമ്മുടെ ഉസ്താദുമാര് ഖബറിലുള്ളവരുണ്ട്. അതേ, എനിക്ക് അലിഫും ബാഉം പഠിപ്പിച്ചു തന്ന ഉസ്താദ് അവിടുന്ന് ഖബറിലാണ്. റബ്ബ് മഗ്ഫിറത്ത് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്, ഖുർആൻ ആദ്യമായി പഠിപ്പിച്ചു തന്ന ഉസ്താദുമാര് ഖബറിലാണ്. അതേ, ദർസ് പഠിപ്പിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട ബാപ്പ, അതുപോലെ എന്റെ പ്രിയപ്പെട്ട വല്യാപ്പ ഫത്ഹുൽ മുഈൻ ഓതി തന്നവരാണ്, അവിടുന്ന് ഖബറിലാണ്. മർകസിൽ വെച്ച് സഹീഹ് മുസ്ലിം ഓതി തന്ന വന്യരായ ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് ഖബറിലാണ്. അതുപോലെ തുഹ്ഫ ആദ്യമായി ഓതി തന്ന മഹാനരായ എം അബ്ദുള്ള ഉസ്താദ് അവിടുന്ന് ഖബറിലാണ്. കുമരമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 20 കൊല്ലമായി സാധുവായ ഞാൻ ദർസ് നടത്തുന്നുവെങ്കിൽ അവിടേക്ക് എന്നെ പറഞ്ഞയച്ചത് വന്യരായ ചെറുശോൽ ഉസ്താദ് അവറുകളാണ്. അവിടുന്ന് തുഹ്ഫയും തൗദീഹും ഓതി തന്ന മഹാനാണ്. ആ മഹാനവറുകളും ഖബറിലാണ്. താജുൽ ഉലമ ഖബറിലാണ്, കൻസുൽ ഉലമ ഖബറിലാണ്, അതുപോലെ ഉസ്താദുൽ അസാതീദ് ഖബറിലാണ്. അല്ലാഹുവേ, അവരെ ദറജ വർദ്ധിപ്പിക്കണം അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന സുൽത്താനുൽ ഉലമയടക്കമുള്ള എല്ലാ ഉസ്താദുമാർക്കും, എല്ലാ സാദാത്തുക്കൾക്കും, പ്രവർത്തകർക്കും, അതുപോലെ ഇവിടെ ദീനിന് നേതൃത്വം നൽകുന്ന ഉമറാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, പ്രവർത്തകരുണ്ട്, എല്ലാവർക്കും റബ്ബ് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഹാത്തമുൽ അസം തങ്ങൾ പറഞ്ഞു, മോനെ, ദുന്യാവിൽ നിനക്ക് നന്നാവണം എന്നുണ്ടോ? നിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നുണ്ടോ? നീ നിന്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനാവുക. വഇൻ തലബ്ത വഅളാ, നിനക്കൊരു ഉൾബോധം വേണമെന്ന് ചിന്തയുണ്ടെങ്കിൽ, ഒരു ഉള്ളിൽ ഒരു ബോധം വരണമെന്ന ആലോചനയുണ്ടെങ്കിൽ, ഫഹസ്ബുക മൗതുൽ അഖ്റാൻ, മരണപ്പെട്ട ആളുകളെ കുറിച്ച് ചിന്തിക്കൂ. ഇന്നലെയാണ് വന്യരായ ശൈഖുന അലി ഉസ്താദ് അവറുകളുടെ, മർഹൂം അലി ഉസ്താദ് അവറുകളുടെ അമ്മായുമ്മ മരണപ്പെട്ടത്. അല്ലാഹു അവിടുത്തേക്ക് ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അലി ഉസ്താദ് അവറുകൾ
വഫാത്താകുമ്പോ അവിടുത്തെ ശിരസ് എന്റെ കയ്യിലായിരുന്നു. 10:30 മണിക്ക് 10:35 വഅദിന്റെ സ്റ്റേജിൽ നിന്ന് ഉസ്താദ് അവറുകൾ ഇറങ്ങി. 10:55 വഫാത്തായി അലി ഉസ്താദ് അവറുകൾ. അന്ന് എന്റെ വണ്ടിയിലായിരുന്നു ഉസ്താദ് അവറുകൾ ഉണ്ടായിരുന്നത്, കൂടെയുള്ള ആളും ഉണ്ടായിരുന്നു, അസീസ് മുസ്ലിയാർ. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകള് നെഞ്ച് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് പറഞ്ഞപ്പോ എനിക്ക് വീട്ടിലേക്കാണ് പോവേണ്ടത്, അവിടേക്ക് ഞാൻ എത്തൂല എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ എപ്പോഴും പറയാറുണ്ട്, ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്നതിന് തൊട്ട് കാവൽ ചോദിക്കാറുണ്ട്. ആ വന്ദരായ ഉസ്താദ് അവറുകള് അവിടുന്ന് വീട്ടിൽ വെച്ചുകൊണ്ട് ശുദ്ധി വരുത്തിയതിന്റെ ശേഷം സംസം വാങ്ങി ആയത്തുൽ കുർസി ഉറക്കെ ഓതിക്കൊണ്ടാണ് ഓതി കുടിച്ചാണ് വഫാത്തായത്. കാരണം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരാളെ വഴികേടിലാക്കാൻ വരുന്ന അവസാന സമയമാണ്, സർവസന്നാഹത്തോടു കൂടെ വരുന്ന സമയമാണ് മരണരംഗമെങ്കിൽ ആയത്തുൽ കുർസി ഓതി ആട്ടിയോടിച്ച് സംസം കുടിച്ച് റബ്ബ് സാക്ഷിയാണ്. ഒരാൾ മരിക്കുമ്പോൾ കലിമ ചൊല്ലി മരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വന്യരായ ശൈഖുന അലി ഉസ്താദ് അവറുകളാണ്. ആ നിലക്ക് സോഫ്റ്റ് ആയിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ മാൻ. അങ്ങനെ എത്രയോ ആളുകൾ വിട പറഞ്ഞു പോയി. നമ്മുടെ ബാപ്പമാരെവിടെ, നമ്മുടെ ഉമ്മമാരെവിടെ, നമ്മുടെ നാട്ടുകാരെവിടെ, നമ്മുടെ കൂട്ടുകാരെവിടെ? അവര് പോയ സ്വർഗത്തിലേക്ക് പോവേണ്ടയോ? അവര് പോയ ലോകത്തേക്ക് പോവേണ്ടയോ? അല്ലാഹു അവർക്കും നമുക്കും സ്വർഗം പ്രദാനം ചെയ്യട്ടെ.